ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുല്ലാഹു തആല ഈ രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ ചർച്ചയിൽ വരുന്നത് ഹദീസ് ചർച്ചയാകുമ്പോഴാണ്. വർത്തമാനകാലത്ത് ഹദീസുകൾ ചർച്ചയാക്കപ്പെടുന്നത് അതിൻ്റെ നിഷേധവും ആ ഹദീസിനോടുള്ള വിരോധവും, ഹദീസുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ദീനുൽ ഇസ്ലാമുമായി യാതൊരു തരത്തിലുള്ള അടിസ്ഥാന ബന്ധവും ഇല്ലാത്ത വെറും ചില വാക്കുകളാണ് എന്ന് പറയുന്നിടത്താണ്. ഈ രണ്ട് പ്രഗത്ഭരായ ഇമാമുകളെ നിഷേധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെ കുറ്റക്കാരാക്കിയാൽ, അല്ലെങ്കിൽ ഇവരിലൂടെ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന സ്വഹീഹായ ഹദീസുകളെ മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ നിന്ന് തുടച്ചു നീക്കാൻ ഈ രണ്ടു പേർക്കുമെതിരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറഞ്ഞേ പറ്റൂ, ചെയ്തേ പറ്റൂ. അതാണ് അതിൻ്റെ അസുൽ. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അതിബൃഹത്തായ രീതിയിൽ ഒരാൾക്കും ഒരു തരത്തിലുമുള്ള അപാകതകളോ ന്യൂനതകളോ തെറ്റുകളോ കുറവുകളോ കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിൽ ശക്തമായി സംവിധാനിച്ചിട്ടുണ്ട്. അതേസമയം ആ ശക്തമായ ഇസ്ലാമിനെതിരെ ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിയൂല എന്ന് വിശ്വാസമുള്ളായിരിക്കെ തന്നെ അന്നും ഇന്നും ഇനി ഖിയാമത്ത് നാൾ വരെയും എതിർപ്പുകളും വിമർശനങ്ങളും അതേപോലെ നിഷേധാത്മകമായ വാക്കുകളും പ്രഖ്യാപനങ്ങളും ലേഖനങ്ങളും എഴുത്തുകളും ഒക്കെ നടത്തുന്ന ആൾക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, നിലവിലുമുണ്ട്, ഇനി വരികയും ചെയ്യും. അവർക്കൊക്കെയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അവരവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ്, ഉദ്ദേശിക്കുന്നവരാണ്. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹു അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും, കുഫാറുകൾ അതെത്ര വെറുത്താലും ശരി. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ മനോഹരമായ ഒരു ഉപമ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വമസലഹും ഫീ ദാലിക്. ഇത്ര ശക്തമായ ദീനുൽ ഇസ്ലാമിനെ ഊതിക്കെടുത്താമെന്ന് വ്യാമോഹിക്കുന്ന, വെറുതെ അങ്ങ് വിചാരിക്കുന്ന ആളുകളുടെ ഉപമ കമസലി മൻ യുരീദു അൻ യുത്ഫിഅ ശുആഅ അശ്ശംസി ബിഫീഹി. ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ കിരണങ്ങളെ, ശക്തമായ വെയിലിനെ, ചൂടിനെ അവന്റെ വായ കണ്ട് ഊതി അങ്ങ് കെടുത്താം എന്ന് വിചാരിക്കുന്നവനെ പോലെയാണ്. വകമാ അന്ന ഹാദാ മുസ്തഹീലുൻ കദാലിക് ദാക മുസ്തഹീൽ. അതെത്രത്തോളം അസംഭവ്യമാണോ സൂര്യന്റെ വെയിലിനെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ കഴിയൂല എന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അതേപോലെ സംഭവിക്കാത്തതാണ് ദീനുൽ ഇസ്ലാമിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന അത് ആഗ്രഹിക്കുന്നവരുടെ വിചാരം. അതുകൊണ്ട് അത് സംഭവിക്കൂല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദീനുൽ ഇസ്ലാമിന്റെ അതിബൃഹത്തായ രണ്ട് പ്രമാണങ്ങളെ സംബന്ധിച്ച്, അടിത്തറകളെ, ഈ രണ്ട് അടിത്തറകൾ ഉള്ളത് കൊണ്ടാണ് ഒരാൾക്ക് ഇസ്ലാമിനെ തൊടാൻ കഴിയാത്ത. അന്നും ഇന്നും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ. ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യമാണ് തരുന്നത്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. ഇത് അവസാനത്തെ വാക്കാണ്, അള്ളാന്റെ ഹബീബിന്റെ നുബൂവത്തിന്റെ നാക്ക് കൊണ്ടുള്ള വഹയിലൂടെയുള്ള വാക്കാണ്. ലൻ തദില്ലു, തീർച്ചയായും നിങ്ങൾ പിഴച്ചു പോകൂല. ദലാലത്ത് എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരൂല. ഈ ലൻ എന്ന പ്രയോഗം അറബി ഭാഷയിൽ അല്ലെങ്കിൽ ഫിഅലുകളുടെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്നത് തഅക്കീദിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഉണ്ടാവൂല. മാ തമസ്സക്തും ബിഹിമാ, എപ്പോൾ നിങ്ങൾ ഈ രണ്ട് കാര്യത്തെയും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം, കിതാബ് അല്ലാഹി വസുന്നത റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണ്, മറ്റൊന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഇത് പറയാനുള്ള കാരണം പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. സൂറത്തുൻ നിസാഇൽ വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, വഅമ്മൽ ഹിക്മത്തുൽ മഖറൂന ബിൽ കിതാബ്. അല്ലാഹു രണ്ട് വിഷയം പറഞ്ഞു. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ്, അല്ലാഹു താങ്കൾക്ക് ഈ ഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു, അയ്യൽ ഖുർആൻ, അതിന് സംശയമൊന്നുമില്ല. വൽ ഹിക്മ, ഹിക്മത്തിനെയും അല്ലാഹു ഇറക്കി തന്നിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു,
അള്ളാഹു അവന്റെ കിതാബിനോട് മഖ്റൂനായ രീതിയിൽ ചേർത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഹിക്മ ഫഹിയ അസ്സുന്ന, അത് ഹദീസാണ്. ഇപ്രകാരം തന്നെയാണ് ഇമാം ഷാഫിഈയും അതേപോലെ പ്രഗത്ഭരായ മുൻകാലഘട്ടത്തുള്ള ഇമാമിങ്ങളിൽ പലരും പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കിതാബ് അല്ലാഹി വസുന്നത റസൂലി. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് മാത്രമേ ദീനുൽ ഇസ്ലാമിന്റെ ഹലാവത്ത് കിട്ടൂ. അവർക്ക് മാത്രമേ ദീനിന്റെ രസം മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്ക് എപ്പോഴും ദീൻ എവിടെയോ പൊളിഞ്ഞ പോലെ തോന്നും, എവിടെയോ എന്തോ കുറവുള്ള പോലെ തോന്നും. എന്തതിന് കാരണം? രണ്ട് ഭാഗത്ത് നിന്ന് ചേർക്കപ്പെട്ട രീതിയിൽ ഉടമസ്ഥനായ റബ്ബ് സ്ഥാപിച്ചിരിക്കുന്ന അതിന്റെ തൂണുകളിൽ ഇവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ദീൻ തിരിയാത്തത്. അതുകൊണ്ടാണ് അവർ പലപ്പോഴും ദീനിന്റെ വാചകങ്ങൾക്കപ്പുറത്ത് അഖ്ൽ ഉപയോഗിച്ച് കാര്യങ്ങൾ വേർതിരിക്കാൻ മെനക്കെടുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവേ നീ അവർക്ക് വേണ്ടി ഒരു റസൂലിനെ അയച്ചു കൊടുക്കണം. എന്താ റസൂലിന്റെ ജോലി? അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കണം. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു വയുഅല്ലിമുഹുൽ കിതാബ യാനി അൽ ഖുർആൻ. ഖുർആൻ പഠിപ്പിക്കാന്ന് കിതാബും പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഖുർആൻ. വൽ ഹിക്മ യാനി അസ്സുന്ന. ഹിക്മ എന്ന് പറഞ്ഞാൽ ഹദീസാണ്. അതുകൊണ്ട് ഈ രണ്ട് ചേർക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഒന്നായ ഹദീസിനെ വേണ്ടാന്ന് പറയുന്ന ഒരു വിഭാഗം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അഹ്ലുൽ ഖുർആൻ, അവർ ഇസ്സത്തോടെ പറയുന്ന ഒരു വാക്കാണ്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചിലപ്പം ചില ആളുകളെങ്കിലും ഇപ്പോഴും മുജാഹിദീങ്ങളുടെ കൂടെ അല്ലെങ്കിൽ SKSM-ന്റെ കൂടെ, നാട്ടിൽ നിന്ന് പറഞ്ഞാൽ KNM-ന്റെ കൂടെയാണ് അവർ എന്ന വെറുതെയുള്ള വാക്കുകൾ പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ സെലഫികളെ മുഴുവനും കൊഞ്ഞനം കുത്തുന്ന കളിയാക്കുന്ന ഒരു രീതി ഉണ്ടില്ല. അവരുമായി നമുക്ക് ബന്ധമില്ല, അവരുമായി നമുക്ക് ബന്ധപ്പെടാൻ ഒട്ടും സാധിക്കൂല. അതിൻ്റെ ഒരു കാരണം അവർ പിഴച്ചവരാണ്. എന്തേ പിഴച്ചവരെന്ന് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ നുബുവത്തിന്റെ ദലീല് കൂടിയാണ് ആ വാക്ക്. ഇങ്ങനെ ചില ആൾക്കാർ വരും, ഹദീസ് നമുക്ക് ആവശ്യമില്ല, ഖുർആൻ നമുക്ക് മതിയാകുമെന്ന് വാശി പിടിക്കുന്നവരും അവരാണ് ഇമാം ബുഖാരിയെയും ഇമാം മുസ്ലിമിനെയും ഇത്ര മോശമായി സാധാരണക്കാരുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത്. ഉലമാക്കളോട് അവർ കളിക്കൂല, ആലിമീങ്ങളോട്, ഹദീസ് അറിയാവുന്നവരോട്, അതല്ലെങ്കിൽ ഹദീസുകളുടെ ഉസൂലുകൾ അറിയാവുന്നവരോട് അവർ വർത്താനം പറയില്ല. സാധാരണക്കാരോട്, പ്രത്യേകിച്ച് യുവാക്കളോട് പ്രഥമ ദൃഷ്ടിയ അവർ കാണുന്നു, ഇമാം ബുഖാരി ഖുർആൻ എതിര് പറഞ്ഞിരിക്കുന്നല്ലോ, ഇമാം മുസ്ലിം ഖുർആൻ എതിര് പറഞ്ഞിരിക്കുന്നല്ലോ, അപ്പൊ ശരി തന്നെയാണ്, ഹദീസ് ആവശ്യമില്ല, നമുക്ക് ഖുർആനിലേക്ക് മടങ്ങാം. അതൊരു തരം പുകമറ സൃഷ്ടിക്കലാണ്. പിഴച്ചവർ അവരുടെ പിഴപ്പിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള ദഅവത്തിന്റെ വഴിയിലാണ്. ജാഗ്രതയോടെ കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഹമ്മദും അബൂദാവൂദും ഹാക്കിമും ഒക്കെ സഹീഹായ സനദോടെ ഉദ്ധരിക്കുന്ന ഹദീസാണ്, യൂശകു അൻ യഖഅദ അർ-റജുലു മുത്തകിഅൻ അലാ അരീകതി. ഒരാള് അവന്റെ സോഫയിൽ, അവന്റെ കട്ടിലിൽ ഇങ്ങനെ ചാരിയിരുന്നു പറയാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാഹുവിന്റെ റസൂല് പ്രവചിക്കുകയാണ്. അവനിങ്ങനെ ചാരിയിരിക്കും, എന്നിട്ട് അവർ പറയും, യുഹദ്ദിസു ബിഹദീസിൻ മിൻ ഹദീസി, എന്റെ ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസ് അവർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഫയഖൂൽ, ആ ഹദീസ് പറഞ്ഞിട്ട് ചങ്ങാതി പറയും, ബൈനനാ വബൈനകും കിതാബുല്ലാഹ്, ഈ ഹദീസിന്റെ ആവശ്യം നമുക്കില്ല, നമുക്കിടയിൽ അല്ലാഹുവിന്റെ കലാമുണ്ട്. ഫമാ വജദ്നാ ഫീഹി മിൻ ഹലാലിൻ ഇസ്തഹലല്ലാഹു, അതുകൊണ്ട് ഖുർആനിൽ ഒരു കാര്യത്തെ ഹലാലായി കണ്ടാൽ ഹലാലായി നമ്മൾ സ്വീകരിക്കും. വമാ വജദ്നാ ഫീഹി മിൻ ഹറാമിൻ ഹറംനാ, ഇനി ഖുർആനിൽ ഒരു കാര്യം ഹറാമായി കണ്ടാൽ അതിനെ നമ്മൾ ഹറാമാക്കുകയും ചെയ്യും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ ഇങ്ങനെ പറയും, എങ്കിൽ അല നിങ്ങൾ അറിഞ്ഞോളണം, നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. അഥവാ നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും ഇങ്ങനെ വന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ കേട്ടോളൂ, വഇന്നമാ ഹറമ റസൂലുള്ളാഹി മിസ്ലു മാ ഹറമല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു ഹറാമാക്കിയത് പോലെ തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹ്, എനിക്ക് ഖുർആനും നൽകപ്പെട്ടിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ അതേപോലെ ഹിക്മത്തും നൽകപ്പെട്ടിട്ടുണ്ട്. അഥവാ ഹദീസിനെ സംബന്ധിച്ചുള്ള പ്രവചനമാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ, നമ്മൾ ഖുർആന്റെ ആളുകളാണ്,
ഹദീസ് നമുക്ക് ആവശ്യമില്ല. ഹദീസുകളുടെ കൂട്ടത്തിൽ പ്രഗത്ഭരെന്ന അഹ്ലുസുന്ന വിശ്വസിക്കുന്ന ഈ രണ്ട് മഹത്തുക്കളും കള്ളന്മാരാണെന്ന് വരെ പറയുന്ന, അല്ലെങ്കിൽ ബുദ്ധി നഷ്ടപ്പെട്ടവരെന്ന് പോലും പറയുന്ന, ഒരു ഉളുപ്പുമില്ലാതെ ഇമാം ബുഖാരിയെ വളരെ മോശക്കാരനായി നമ്മുടെ മലയാള ഭാഷയിൽ, നിങ്ങളുടെ ഭാഷയിൽ ചിലപ്പോൾ ബഹുമാനത്തിന്റെ വാക്കായിരിക്കും, മലയാള ഭാഷയിൽ അയാള് ഇയാളെന്നെല്ലാം പറയുന്നത് ബഹുമാനം കുറഞ്ഞ വാക്കാണ്. ഇമാം ബുഖാരിയെ സംബന്ധിച്ച് അവർ അങ്ങനെയാ പറയുക. ചില വാട്സപ്പിലുള്ള മെസ്സേജുകൾ കാണാനിടയായി അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ആ രീതിയിലുള്ള പ്രയോഗം. കാരണം പറയുന്നത് എന്താണ്? നമ്മൾ ഖുർആന്റെ ആളുകളാണ് എങ്കിൽ അവർ ഖുർആന്റെ നിഷേധികളാണ്. എന്തുകൊണ്ടറിയോ? പരിശുദ്ധ ഖുർആനിൽ 100ഓളം ആയത്തുകൾ, ഒരുപക്ഷെ എണ്ണി തിട്ടപ്പെടുത്തിയാൽ ഉലമാക്കളുടെ ഭാഷയിൽ 100ഓളം ആയത്തുകൾ അള്ളാനെയും അള്ളാന്റെ റസൂലിനെയും അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല എന്ന അർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവസാനം അള്ളാഹു പറഞ്ഞു നിർത്തി എന്താ അറിയോ? വമൻ യുതിഉർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. അള്ളാന്റെ റസൂലിനെ ആരെങ്കിലും അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെയും അനുസരിച്ചവനാണ്. എങ്കിൽ അള്ളാന്റെ റസൂലിന്റെ ഇതാഅത്ത് ഇല്ലെങ്കിൽ, സഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളെ അവൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ അവൻ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ അധ്യാപനത്തിനെതിരെ കാണിച്ചവനാണ്. ബഹുമാനപ്പെട്ട ഉലമാക്കൾ അവരെ പറ്റി പറഞ്ഞ ചില വാക്കുകൾ. ഇമാം ഖത്താബി റഹിമഹുല്ലാഹു തആല പ്രഗത്ഭനായ ശാഫിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അറാദ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആരെന്നറിയോ? ശ്രദ്ധിക്കണേ. അസ്ഹാബ തർഫ വദ്യഅത്തിൽ ലദീന ലസിമുൽ ബുയൂത വലം യത്ലുബു ബിൽ അസ്ഫാരി മിൻ അഹ്ലി. കൃത്യമായ വാക്ക്. അതായത് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് 2024 ജനുവരിയിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഹദീസുകളെ നിഷേധിച്ച് ഈ മഹത്തായ ഇമാമുകളെ കുറ്റപ്പെടുത്തി ആളുകളെ തെറ്റിദ്ധരിച്ച് പിഴപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ രീതിയെ, ഔസാഫുകളെ 100 കണക്കിന് കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് ഉലമാക്കൾ അങ്ങനെ തന്നെ പറഞ്ഞു. അവർ സുഖലോലുപതയുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ സുഖിയന്മാരാണ്. ആളുകളെ പറ്റിക്കുക, അവരിൽ നിന്ന് കാശുണ്ടാക്കുക. കണ്ടിട്ടേ യൂട്യൂബിന്റെ വരുമാനം ഉണ്ടാക്കുക ഇമാം ബുഖാരിയെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. യൂട്യൂബിലെ വ്യൂവേഴ്സിനെ കൂട്ടാനായും മാത്രം ഇമാം ബുഖാരിയെ ചീത്ത പറയുന്ന പിഴച്ച വിഭാഗമുണ്ട് നമ്മുടെ നാട്ടില്. അവര് പൈസക്കാരാണ്. അവരുടെ ചിന്ത ദുനിയാവ് മാത്രമാണ്, ഭൗതികതയാണ്. ഇവരെ കുറ്റം പറഞ്ഞ് അവർ ഉദ്ധരിച്ച ഹദീസുകളെ നിഷേധിച്ച് അവർക്ക് ദുനിയാവിന്റെ സുഖങ്ങൾ കണ്ടെത്തണം. പിന്നെ അവരുടെ സ്വഭാവം എന്താ അറിയോ? ലസിമുൽ ബുയൂത, അവരെ വീട്ടിൻ്റെ ഉള്ളിലിരിക്കും. വലം യത്ലുബു ബിൽ അസ്ഫാരി മിൻ അഹ്ലി, അവർ യാത്രകൾ ചെയ്ത് ഹദീസിന്റെ ആളുകളിൽ നിന്ന് ഹദീസ് പഠിക്കാൻ മെനക്കെടൂല. അവരുടെ ഷെയ്ഖാനെ അറിയോ? ഷെയ്ഖ് ഗൂഗിൾ അല്ലെങ്കിൽ ഷെയ്ഖ് യൂട്യൂബ്, അതിൻ്റെ അപ്പുറത്തെ വേറെ ഷെയ്ഖ് അവർക്ക് ഉണ്ടാവില്ല. അവർ ആ ഷെയ്ഖിന്റെ മുമ്പ് എന്താ പഠിക്കുക? ആ ഷെയ്ഖിന് പഠിപ്പിച്ചു കൊടുക്കുന്നതോ ഷിയാക്കളും ജൂതന്മാരും അടങ്ങുന്ന മശായിഖീങ്ങളാണ് ഷെയ്ഖ് ഗൂഗിളിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ഷെയ്ഖിന്റെ അടുത്ത് നിന്ന് ഇവരിങ്ങനെ കുറിച്ചിടുന്ന വീട്ടില് ചാരികസ്ഥലം എന്നിട്ട് പറയും, കണ്ടോ ഇമാം ബുഖാരി ഖുർആൻ എതിര് പറഞ്ഞിരിക്കുന്നു, കൊരങ്ങന്റെ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഖുർആനിന്റെ ഒരായത്ത്, ഇബ്നു മസ്ഊദിന്റെ കിതാബിൽ ഖുർആനിൽ ഒരായത്തില്ല എന്ന് പിന്നെ ഇമാം ബുഖാരി പറഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ പറയും. എന്നിട്ട് ചോദിക്കും, ബൈനനാ വ ബൈനക്കും കിതാബുല്ലാഹ്, നമ്മളെ കൈമേൽ ഖുർആനില്ലേ, അപ്പൊ പിന്നെ അതുപോലെ പിന്നെ നമുക്ക് എന്തിനാ ഹദീസ്? അതാണ് ഇബ്നു ഖത്താബി റഹിമഹുല്ലാഹു തആല പറഞ്ഞ്. അവരാ രീതിക്കാരാണ്. അവരെ യാത്രകൾ ചെയ്ത് ഹദീസ് അറിയുന്നവരുടെ മുമ്പിൽ ചെന്നിരുന്ന് ഹദീസ് കേട്ടിട്ടുണ്ടാവില്ല. 100 കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഹദീസുകൾ പഠിച്ച് അതിൻ്റെ ഇദലുകളെ അല്ലെങ്കിൽ സനദുകളെ, അതിൻ്റെ മത്നുകളെ നിരൂപണം ചെയ്ത് അതികണിശതയോടെ ശ്രദ്ധയോടെ നമ്മുടെ മുമ്പിൽ എഴുതി വെച്ച് തന്ന അള്ളാഹു സെലക്ട് ചെയ്ത മുഹദ്ദിസുകളുടെ വരികൾ അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അത് അവരുടെ രീതി. ലം യത്ലുബു ബിൽ അസ്ഫാരി മിൻ അഹ്ലി, ഹദീസിന്റെ ആളുകളിൽ നിന്ന് യാത്രകൾ ചെയ്ത് അവരെ ചെന്ന് കണ്ട് അവരത് പഠിച്ചിട്ടുണ്ടാവില്ല. മാത്രമല്ല അദ്ദേഹം പിന്നെയും പറഞ്ഞു, ഖത്താബി യുഹദ്ദിറു ബിദാലിക്, ഈ ഹദീസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്യുന്നത്, നമ്മളെ ഭയപ്പെടുത്തുന്നത്, മുഖാലഫ സുനൻ അല്ലതി സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ ലൈസ ലഹു ദിക്റുൻ ഫിൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി തന്ന കാര്യങ്ങൾക്ക് എതിരാവുന്നതിന് അതിശക്തമായി താക്കീത് ചെയ്യുകയാണ്. എങ്ങനെയുള്ള സുന്ന? പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ചിലപ്പോൾ
അതിൻ്റെ ഒരു പരാമർശം നിങ്ങൾക്ക് ഖുർആനിൽ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു എന്ന് വരൂല. സിമ്പിളായിട്ടുള്ള ഒരു മസല് പറഞ്ഞാൽ, നേരത്തെ ദാരിമി ഉസ്താദ് പറഞ്ഞ പോലെ 5 നേരത്തെ നിസ്കാരം, അതിൻ്റെ ഷക്കില്, അതിൻ്റെ കൈഫിയത്ത്, അതിൻ്റെ രൂപം, തശഹുദിൽ എന്താ പറയേണ്ടത്, സ്വലാത്ത് എങ്ങനെയാ ചൊല്ലേണ്ടത്. സഹാബാക്കൾ ചോദിച്ചില്ല, യാ റസൂലല്ലാഹ്, സലാം പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു, നിങ്ങൾ പഠിപ്പിച്ചെന്നു, അങ്ങക്ക് സ്വലാത്തെല്ലാനും കൽപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാ സ്വലാത്ത് ചൊല്ലേണ്ടത്? അതെ, ഖുർആനിൽ നോക്കി ഖുർആനെ ചോദിച്ചു നോക്കി, നിങ്ങൾ സ്വലാത്ത് ചൊല്ലലുണ്ടോ? ആ ഉണ്ട്. അത് എവിടുന്ന കിട്ടിയ ഖുർആൻ എന്നാ? അതെ, ഒന്ന് കാണിച്ചെന്ന്. കൈഫിയത്ത് ഉണ്ടാവൂല, സ്വലാത്തിന്റെ ലഫ്തുകൾ ഖുർആനിൽ ഉണ്ടാവൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിരിക്കും. അതെ, അങ്ങനെ ഖുർആനിൽ പരാമർശമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കാര്യങ്ങൾക്ക് എതിരാവുന്നതിനെ ഈ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ശക്തമായി താക്കീത് ചെയ്യുന്നു. മാത്രമല്ല, എന്തുകൊണ്ടാണെന്നറിയോ അവരെങ്ങനെ എതിർക്കുന്നത്? അലാമ ദഹബ ഇലൈഹിൽ ഖവാരിജു വറവാഫിദു ഫഇന്നഹും തഅല്ലഖു ബിദാഹിരിൽ ഖുർആൻ. അതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെയും പ്രശ്നം. ഇപ്പോഴും ഈ 2 പ്രഗത്ഭരെയും കുറ്റപ്പെടുത്തി നമ്മളാണ് ശരി എന്ന് നെഞ്ചും പിരിച്ചു പറയുന്ന ഇപ്പിഴച്ചവരുടെ പ്രശ്നവും അതാണ്. എന്താ ചെയ്താ അറിയോ? റവാഫിദുകളും ഷിയാക്കളും അതേപോലെ തന്നെ ഖവാരിജുകളും തഅല്ലഖു ബിദാഹിരിൽ ഖുർആൻ. അറബി ഭാഷ എവിടുന്നോ പഠിച്ചു, ഫീലും ഫായിലൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ ഗ്രാമർ പഠിച്ചു, ഏതോ ഉസ്താദിന്റെ അടുത്തുനിന്ന് ഗ്രാമർ പഠിച്ച ഉടനെ ചെയ്തം കൊണ്ടാ അറിയോ ഖുർആനിലേക്ക് നേരെ കയറുന്ന ഖുർആനിലേക്ക്. ഖുർആൻ ഇങ്ങനെ ഓതിയിട്ടെന്തോ അറബി പഠിച്ചു, ഭാഷ പഠിച്ചു, അതിന്റെ അർത്ഥം മനസ്സിലാവും, പക്ഷെ അതിന്റെ മഅന തിരിയൂല. ഖുർആനിന്റെ മഅന തിരിയൂല. ഖുർആനിന്റെ ഉള്ളിൽ തിരിയണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി നിർബന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാണ്ട് ഖുർആൻ മനസ്സിലാവൂല. എന്തുകൊണ്ടറിയോ? ഖുർആന്റെ ഏറ്റവും വലിയ തഫ്സീറിൽ ഒന്ന് ഖുർആൻ, തഫ്സീറുൽ ഖുർആൻ ബിൽ ഖുർആൻ, 2 തഫ്സീറുൽ ഖുർആനി ബി അഹാദീസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെന്ത് ചെയ്തു? ബാഹിറായ ഖുർആന്റെ പിന്നെ ബാഹ്യമായ അർത്ഥങ്ങൾ മാത്രം നോക്കി, വതറകു അല്ലതി ഖദ് ദമിനത് ബയാനൽ കിതാബി ഫതഹയ്യറു വദല്ലു. അതിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ പറ്റിയില്ല, അവർക്കൊന്നും തിരിയാണ്ടായി, അവർ പിഴച്ചു പോവുകയും ചെയ്തു. കാരണം ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഹ്യാണ്. ഇബ്നു ഹസം അൽ-ളാഹിരി റഹിമഹുല്ലാഹു തആല പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ എന്ന ആയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് അന്ന കലാമ നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹു വഹ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളെല്ലാം വഹ്യാണ്. ശ്രദ്ധിക്കണേ, വൽ വഹ്യു ബിലാ ഖിലാഫിൻ ദിക്റുൻ, വഹ്യാണെങ്കിലോ ഒരഭിപ്രായ വ്യത്യാസവും ആർക്കുമില്ലാത്ത തരത്തിൽ ദിക്റായിട്ട് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വിഭാഗത്തിൽപ്പെട്ടതാണ്. വദിക്റു മഹ്ഫൂദുൻ ബിനസ്സിൽ ഖുർആൻ, ഖുർആന്റെ നസ്സ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ദിക്ർ സുരക്ഷിതമാക്കപ്പെട്ടതാണ്. അഥവാ അല്ലാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ആ ദിക്ർ ഖുർആനുമാണ്, അതേപോലെ അള്ളാന്റെ വഹയായ ഹദീസുമാണ്. എങ്കിൽ ആ സംരക്ഷണം ഖുർആനും കിട്ടിയിട്ടുണ്ട്, അതേപോലെ ഹദീസുകൾക്കും കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ആ ഹദീസുകളുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളാണ് മുഹദ്ദിസുകൾ. അവരാണ് മുഹദ്ദിസുകൾ. അള്ളാന്റെ സംരക്ഷണം ഉണ്ടെന്നുള്ള ഇബ്നു ഹസം റഹിമഹുല്ലാഹ് എത്രത്തോളം പറഞ്ഞെന്നറിയോ? ഫസഹ ബിദാലിക അന്ന കലാമഹു കുല്ലഹു മഹ്ഫൂദുൻ ബിഹിഫ്ദില്ലാഹി അസ്സ വജൽ. അള്ളാന്റെ പ്രത്യേക സംരക്ഷണം അള്ളാന്റെ റസൂലിന്റെ വാചകങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മദ്മൂനുൻ ലനാ അന്നഹു ലാ യുദീഉ മിൻഹു ശൈഉൻ, അതിൽ നിന്നും ഒന്നും പാഴായി പോവില്ല എന്ന ഗ്യാരണ്ടി നമുക്ക് തന്നിട്ടുണ്ട്. ഇത് മാ ഹഫിദല്ലാഹു തആല, അല്ലാഹു സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഫഹുവ ബിൽ യഖീനി, ഉറപ്പായും ലാ സബീല ഇലാ അൻ യുദിഅ മിൻഹു ശൈ, അതിൽ നിന്ന് എന്തെങ്കിലും പാഴായി പോവുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. ഫഹുവ മൻഖൂലുൻ ഇലൈനാ കുല്ലു, അതെല്ലാം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനു വേണ്ടി അള്ളാഹുവിൻ്റെ തർത്തീബാണ് മുഹദ്ദിസുകൾ, അഞ്ഞാമുഞ്ഞാ ഉലമാക്കളല്ല. ഇപ്പൊ നമ്മളൊക്കെ നിങ്ങൾക്ക് എന്ത് പറയാം, അയാളാ അങ്ങനെ ആയിക്കോട്ടിപ്പ, നമ്മളൊക്കെ അഞ്ഞാമുഞ്ഞ ഉസ്താദുമാരൊക്കെ ആയിട്ട് പറയാം. ഇവരതല്ല, മുഹദ്ദിസുകൾ അതല്ല. കേട്ടോളി, ബഹുമാനപ്പെട്ട ഇമാം അൽ ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഫഅഖാമ അല്ലാഹു തആല ലിഹിഫ്ദി സുന്നതി അഖ്വാമൻ, അള്ളാന്റെ റസൂലിന്റെ ഹദീസിനെ സുന്നത്തിനെ സംരക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ സെലക്ട് ചെയ്തു. മയ്യസു മാ ദഖല ഫീഹാ മിനൽ കദിബി വൽ വഹ്മി വൽ ഗലതി,
അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളിൽ വന്നുപോയ ആരെങ്കിലും കൂട്ടിച്ചേർത്ത കളവുകളെ, ഊഹാപോഹങ്ങളെ, തെറ്റുകളെ, കുറ്റങ്ങളെ അവർ വളരെ കൃത്യതയോടെ തംയീസ് ചെയ്തിട്ടുണ്ട്, വ്യക്തമാക്കി വേർതിരിച്ചിട്ടുണ്ട്. കൂടിക്കലർന്നത്, ഷിയാക്കൾ കൂട്ടിച്ചേർത്തത്, ജൂതന്മാർ കൂട്ടിച്ചേർത്തത്, ഇന്ന് നമ്മൾ ഈ കാണുന്ന അള്ളാഹുവിന്റെ റസൂല് അന്ന് തന്നെ വരും സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ ആളുകൾ കൂട്ടിച്ചേർത്ത കള്ളത്തരങ്ങളെ അവർ അതിൽ നിന്ന് വേർതിരിച്ച് അതിനെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അത്ര കണിശമായ രീതിയിൽ അവർ സൂക്ഷ്മതയോടെ ക്രോഡീകരിച്ചിട്ടുണ്ട്, അതിനെ ഹിഫ്ള് ചെയ്തിട്ടുണ്ട്. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിച്ചതായിട്ട് കാണാം. എന്നാൽ അള്ളാഹു മുഹദ്ദിസീങ്ങളെ സെലക്ട് ചെയ്തതാണ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട മുഹദ്ദിസുകളിൽ പ്രധാനികളാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും. ഈ രണ്ടുപേരെ കുറിച്ചും ഈ രണ്ടുപേരുടെ തസ്നീഫ് രചനയായ സഹീഹുൽ ബുഖാരിയെ കുറിച്ചും സഹീഹ് മുസ്ലിമിനെ കുറിച്ചും ഈ സമയം കൊണ്ട് പറയാൻ കഴിയൂല, അത് നിങ്ങൾക്കും അറിയാം. എന്നാലും ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു തആല അതിലൊന്നാമനാണ്. മുഹമ്മദ് ബിൻ അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഷ്യക്കാരനാണ്. ഇന്ന് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു തആലയെ കൊച്ചാക്കുന്നവർ ഒരു കാര്യമെങ്കിലും അറിയണം. എന്താ അറിയോ? അദ്ദേഹത്തിന് വളരാൻ, അങ്ങനെ വേണം പറയാൻ, ഇബ്നു റജബിന്റെ വാക്ക് കടമെടുത്താൽ അള്ളാഹു അവനെ സെലക്ട് ചെയ്തതാണ് എങ്കിൽ അവരുടെ വളർച്ചയ്ക്കുള്ള വഴിയും അള്ളാഹു തർത്തീബ് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റഷ്യക്കാരൻ, അറബി പോലും അല്ല, റഷ്യക്കാരൻ അറബിയല്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗ്യം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ ഉപ്പയാണ് ഇസ്മായിൽ. ആ ഇസ്മായിൽ പറയുന്ന ഒറ്റ ഒരു വാക്ക് ഹദീസിന്റെ കിതാബുകളിൽ മുഹദ്ദിസുകൾ ഇമാം ബുഖാരിയുടെ ശ്രേഷ്ഠത പറയാൻ വേണ്ടി കുറിച്ചിട്ടു. ആ വാക്ക് എന്താ അറിയോ? ഖാല അബൂഹു ഇസ്മായിൽ ഇൻദ വഫാതിഹി. ഇമാം ബുഖാരിന്റെ ബാപ്പ ഇസ്മായിൽ റഹിമഹുല്ലാഹ് വഫാത്താവുന്ന സമയം ഇമാം ബുഖാരിന്റെ ചെറിയ പ്രായത്തിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചിലപ്പോൾ 10 വയസ്സിന്റെ മുമ്പ്, ബാപ്പ പറഞ്ഞു ലാ അഅലമു ഫീ മാലി ദിർഹമൻ മിൻ ഹറാമിൻ വലാ ശുബ്ഹ. ഇതാണ് ഇമാം ബുഖാരിന്റെ തുടക്കം. ഇന്ന് ഇമാം ബുഖാരിയെ കുറ്റപ്പെടുത്തി നാക്കൊക്കെ പറയാൻ പറ്റുമോ? ബാങ്കിന്റെ പരീക്ഷയല്ലേ തിന്നോണ്ടിരിക്കുന്നത്? കച്ചവടം അത്ര ക്ലിയർ ആണെന്ന് പറയാൻ പറ്റുമോ? സാമ്പത്തികവും തിന്നുന്ന ഭക്ഷണവും അതേപോലെ തന്നെ കുടിക്കുന്ന ഉപയോഗിക്കുന്ന വസ്തുക്കളും അത്ര ക്ലിയർ ശുബ്ഹത്തില്ലാത്തതായി പറയാൻ പറ്റുമോ? ഈ നിൽക്കുന്ന പ്രസംഗിക്കുന്ന എനിക്ക് പറയാൻ പറ്റുമോ? വർത്തമാന ഇന്ത്യയിൽ തന്റെ ബാപ്പ പറഞ്ഞാൽ എന്റെ സ്വത്തിൽ, എന്റെ ഭാര്യക്കും മോനും വേണ്ടി ഞാൻ വെച്ചു പോകുന്ന വറാസത്തിൽ ഒരു ദിർഹം പോലും ഹറാമായതോ ഹറാമെന്ന് തോന്നുന്നതോ ആയതായിട്ടൊന്നും ഞാൻ വിട്ടേച്ച് പോകുന്നില്ല. അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് വളർന്നു വന്ന ഇമാമാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല. മാത്രമല്ല അദ്ദേഹത്തെ പഠിപ്പിച്ച ഉസ്താദ്മാരാരെന്നറിയോ? ഇന്ന് ഇമാം ബുഖാരിയെ കുറ്റപ്പെടുത്തുന്ന ഉസ്താദ് ആരാ? ഇമാം ബുഖാരിയെ പിരാന്തൻ മഅദല്ലാ എന്ന് വിളിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിയാക്കുന്നുണ്ട്. ഉസ്താദ് ആരാ? പരതിയാ ചിലപ്പോ ഒരു ഉസ്താദ് തന്നെ ഉണ്ടാവില്ല. മഷിയിട്ട് നോക്കിയ ഒരു ഷെയ്ഖിനെ കാണിക്കാൻ പറ്റൂല. അയാള് ഹദീസിന്റെ ദർസിൽ ഒരു സെക്കൻഡ് ഇരുന്നിട്ട് പോലുമില്ല. അതേസമയം മഹാനായ ഷെയ്ഖ് ഗൂഗിളിന്റെ മുമ്പിൽ 24 മണിക്കൂർ ഇരിക്കുന്നുണ്ട്. അത് നമ്മളെ അഹ്ലുസുന്നന്റെ ഷെയ്ഖല്ല. ഷെയ്ഖ് ഗൂഗിൾ അഹ്ലുസുന്നന്റെ ഷെയ്ഖല്ല, അത് ഖുർആനികൾ എന്ന് പറയുന്ന ദാലിന്റെ ഷെയ്ഖ്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഷെയ്ഖന്മാർ ആരെന്നറിയോ? അതിൽ 5 പേർ 1080ഓളം ഷെയ്ഖന്മാരിൽ നിന്നും ഞാൻ ഹദീസ് കേട്ടിട്ടുള്ളത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറഞ്ഞ് 1080 ഷെയ്ഖന്മാർ. എപ്പോഴത്തെ ഖൈറുൽ ഖുറൂനിൽപ്പെട്ട ഷെയ്ഖന്മാർ. അതിൽ 5 പേര് ഹദീസിന്റെ വിഷയത്തിൽ അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് എന്ന് പറയപ്പെട്ടവരാണ്. ഒന്ന്, ഞാൻ ഈ വാക്ക് പറയുന്നതിനറിയോ? നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കേണ്ടി വന്നാൽ ഇമാം ബുഖാരിന്റെ ഉസ്താദുമാരെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഫദ്ലുൽ ഇബ്നു ദക്കീനുൽ കൂഫി, ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് തയാലിസി അൽ ബസരി, അലി ഇബ്നുൽ മുദ്നി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഷെയ്ഖ്, ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി കേൾക്കാത്ത ആളുണ്ടാവില്ല, മുഹമ്മദ് ബിൻ യഹ്യ അസ്ദുഹലി അന്നൈസാബൂരി, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, യഹ്യ ബിൻ മുഈൻ. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ പേരുകളില്ലാതെ ഒരു ഹദീസും നമുക്ക് വായിക്കാൻ കഴിയില്ല. ഇത് ഇമാം ബുഖാരിന്റെ ഉസ്താദുമാരൻ, അവരിൽ നിന്നാണ് അദ്ദേഹം ഹദീസ് പഠിച്ചിട്ടുള്ളത്. അദ്ദേഹം ഹദീസുകൾ ഈ ശൈഖന്മാരിൽ നിന്നും ക്രോഡീകരിക്കുന്ന വിഷയത്തിൽ കാണിച്ചൊരു സ്വഭാവമുണ്ട്.
കണ്ടതെന്നും കേട്ടതെല്ലാം എഴുതി വെച്ചില്ല. ഉണ്ട് 6 ലക്ഷത്തോളം ഹദീസുകൾ അദ്ദേഹത്തിന് ഹിഫ്ളുണ്ട് എന്ന് മുഹദ്ദിസീങ്ങൾ പറഞ്ഞു. ഈ കളിയാക്കുന്നോനോ ഒരു സനദെങ്കിലും തെറ്റാതെ ഒരു ഹദീസെങ്കിലും പറയാൻ ഈ പ്രാന്തനെന്ന് വിളിച്ചോണി കഴിയോ? ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച സനദുകൾ തെറ്റാതെ ഒരു ഹദീസെങ്കിലും വ്യക്തമായി പറയാൻ, അല്ലെങ്കിൽ ഏകദേശം 30ഓളം ഹദീസുകളുടെ സനദിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ്ക്ക് 3 റാവികളെ ഉള്ളൂ. 3 ആളാകുമ്പോഴേക്ക് അടുത്തത് ഖാല റസൂലുള്ളാഹി എത്തി. ആ 3 പേരുടെ താരീഖെങ്കിലും പറയാൻ ഇമാം ബുഖാരിയെ കൊച്ചാക്കുന്ന ഈ ചങ്ങാതിക്ക് സാധിക്കുമോ? 6 ലക്ഷം ഹദീസുള്ള ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അതിൽ നിന്ന് അതികണിശമായ ജാഗ്രതയോടെ തെരഞ്ഞെടുത്ത 7000ഓളം ഹദീസാണ് സഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? സന്നഫ്തു ജമീഅ കുതുബി. സൂക്ഷ്മത, അതാ നമ്മുടെ നിലപാട് ആ ബുഖാരിയോട്. ഞാൻ എൻ്റെ മുഴുവൻ കിതാബുകളും രചിച്ചിട്ടുള്ളത് 3 പ്രാവശ്യമായിട്ടാണ്. സലാസ മർറാത്ത്. ആദ്യം എഴുതും, സമർക്ക് കൊടുക്കും, അവർ വായിച്ച് തിരിച്ചു കൊടുക്കും, പിന്നെ എഴുതും. അത്ര സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് ഞാൻ. അതിൽ പ്രധാനപ്പെട്ട കിതാബാണ് അൽ ജാമിഉ സഹീഹു എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മളിപ്പോൾ പറയുന്ന സഹീഹുൽ ബുഖാരി. ഓരോ ഹദീസുകൾ എഴുതുമ്പോഴും സഹീഹുൽ ബുഖാരിയുടെ ഓരോ ഹദീസുകൾ എഴുതുമ്പോഴും വുദൂ ചെയ്ത് 2 റക്അത്ത് ഇസ്തിഖാറ നിസ്കരിച്ച് അള്ളാഹുവിനോട് സഹായം തേടി 16 വർഷക്കാലം കൊണ്ട് റൗദയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ഗ്രന്ഥത്തിൻ്റെ ക്രോഡീകരണം പൂർത്തിയാക്കിയത് എന്ന് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു. ഓരോ ഹദീസിനും 2 റക്അത്ത് എങ്കിൽ ഏകദേശം സഹീഹുൽ ബുഖാരിയിലെ ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഏകദേശം 2602 ഹദീസുകൾ അഥവാ 2602 പ്രാവശ്യം ഇസ്തിഖാറ നിസ്കരിച്ച് ദുആ ചെയ്ത് അദ്ദേഹം രേഖപ്പെടുത്തിയ ഹദീസാണ് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസുകൾ. ഇനി അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ആ കണിശതയെ പറ്റി ഇമാമിങ്ങൾ പറഞ്ഞ വാക്കുകൾ കേട്ടോളി. കാരണം നമ്മുടെ നിലപാട് വർത്തമാനകാലത്തെ ആലിമീങ്ങളുടെ നിലപാടല്ല. നമ്മുടെ ഇമാം ബുഖാരിൻ്റെയും മുസ്ലിമിൻ്റെയും വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് മുൻഗാമികൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ വാക്കുകൾ നോക്കിക്കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രഥമ ശിഷ്യൻ ഇമാം മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അൻ-നൈസാബൂരി റഹിമഹുല്ലാഹു തആല അഥവാ സഹീഹ് മുസ്ലിമിൻ്റെ മുസന്നിഫ്, അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഉഖബ്ബിലു റിജ്ലൈക യാ ഉസ്താദൽ ഉസ്താദീൻ. ഉസ്താദന്മാരുടെ ഉസ്താദായ ഷെയ്ഖേ, അങ്ങയുടെ കാലുകൾ ഞാൻ ചുംബിക്കട്ടെ. വസയ്യിദൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവായ വതബീബൽ ഹദീസ് ഫീ ഇലലി, ഹദീസിൻ്റെ വലിയ പ്രശ്നങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കുന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ അങ്ങയുടെ കാലുകൾ ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് ഇമാം മുസ്ലിമിനെ പോലത്തെ ഒരു പണ്ഡിതൻ, ഒരു മുഹദ്ദിസ്, ഒരു ശിഷ്യൻ തൻ്റെ ഇമാമിനെ പറ്റി പറഞ്ഞ വാക്കിലാണ് എൻ്റെയും നിങ്ങളുടെയും സഹീഹുൽ ബുഖാരിയിലുള്ള നിലപാട്. അബൂ ഈസ തിർമിദി, ഇമാം തിർമിദി നമുക്കെല്ലാം അറിയാം, ഇമാം ബുഖാരിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ലം അറ ബിൽ ഇറാഖി, ഇറാഖിൽ ഞാൻ കണ്ടിട്ടില്ല, വലാ ബി ഖുറാസാൻ, ഖുറാസാനിലും ഞാൻ കണ്ടിട്ടില്ല, ഫീ മഅനൽ ഇലലി വത്താരീഖി വമഅരിഫത്തിൽ അസാനീദി, സനദുകളുടെ ഇൽമിലും ചരിത്രത്തിൻ്റെ ഇൽമിലും ഹദീസിൻ്റെ ഇലലുകളുടെ ഇൽമിലും ഒന്നും അഅലമ മിൻ മുഹമ്മദ് ബിൻ ഇസ്മായിൽ, ഇമാം ബുഖാരിയേക്കാളും നല്ല പാണ്ഡിത്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഇമാം തിർമിദി റഹ്മഹുല്ലാഹു തആല. നമുക്കെല്ലാം അറിയാവുന്ന ഇമാം നവവി റഹിമഹുല്ലാ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആർക്കും തോന്നിപ്പോകണ്ട, ഓ ഇയാളിപ്പം ഇമാം ബുഖാരിയെ റസൂലുള്ളാഹിന്റെ സ്ഥാനത്താക്കുമല്ലപ്പ. അതൊന്നുമില്ല, തെറ്റ് സംഭവിക്കാം, മനുഷ്യനാണ്, പോരായ്മകൾ വരാം. ഇമാം ദാറുഖുത്നി റഹിമഹുല്ലാ സഹീഹുൽ ബുഖാരിക്ക് അങ്ങനെ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മനുഷ്യനല്ലേ, വാക്ക് അക്ഷരങ്ങൾ തെറ്റാം, അല്ലെങ്കിൽ ക്രമീകരണ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുവരാം, അതൊക്കെ സംഭവിക്കാം. അല്ലാതെ നമ്മളിങ്ങനെ ആ ഒരു സ്ഥാനത്താക്കുന്നൊന്നുമില്ല. ഇമാം നവവി റഹിമഹുല്ലാഹു പറഞ്ഞു, ഇത്തഫഖൽ ഉലമാഉ, ഉലമാക്കൾ യോജിച്ചിട്ടുണ്ട് അലാ അന്ന അസഹൽ കുതുബി ബഅദൽ ഖുർആനിൽ അസീസ്, പരിശുദ്ധമായ ഖുർആന് ശേഷം ഏറ്റവും സ്വീകാര്യമായ കിതാബ് അസ്സഹീഹാനി, 2 സഹീഹുകളാണ്, അൽ ബുഖാരി വ മുസ്ലിം.
വതലഖത്ഹുമൽ ഉമ്മ, മുസ്ലിം ഉമ്മ അവകളെ സ്വീകരിച്ചിട്ടുണ്ട് ബിൽ ഖബൂൽ. വകിതാബുൽ ബുഖാരി, ആ കൂട്ടത്തിൽ ഇമാം ബുഖാരിയുടെ കിതാബ് അസഹ്ഹുഹുമാ, ഇവ രണ്ടിൽ ഏറ്റവും സ്വീകാര്യമായതാണ്. വഅക്സറുഹുമാ ഫവായിദ വമആരിഫ ളാഹിറതൻ വഗാമിദ, ഏറ്റവും അധികം ഉപകാരപ്രദമായ ഫായിദയുള്ള കിതാബ് സഹീഹുൽ ബുഖാരിയാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇമാമുസ് സുന്ന, അദ്ദേഹം പറഞ്ഞു, മാ അഖ്റജത് ഖുറാസാൻ, ഖുറാസാൻ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല മിസ്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, ഇമാം ബുഖാരിയെ പോലുള്ള ഒരു പണ്ഡിതൻ. ഇതൊക്കെ മുൻഗാമികളായ ആളുകൾ ഇമാം ബുഖാരി റഹ്മഹുല്ലാക്ക് കൊടുത്തിരിക്കുന്ന പ്രശംസ വാക്കുകളാണ്, അവരുടെ സനാഅകളാണ്. ഇതെന്തിനാ അറിയോ പറഞ്ഞത്? മുൻഗാമികളായ ആളുകൾ അദ്ദേഹത്തെ കണ്ടത് അങ്ങനെയാണ്. പിന്നെ എപ്പോഴാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ കാണാൻ തുടങ്ങിയത്? നമ്മളെ കൂടെ ജീവിക്കുന്ന ചില അന്നാമുന്ന മനുഷ്യന്മാർ ഇൽമെന്താന്നറിയില്ല, ഹദീസ് എന്താണെന്നറിയില്ല, ഉസൂലുകൾ എന്താണെന്നറിയില്ല, ഇവരുടെ ആ മഖാം അറിയില്ല. അറബി പഠിച്ചു, നേരത്തെ ഇബ്നു ഹസൻ പറഞ്ഞ പോലെ, ഖത്താബി പറഞ്ഞ പോലെ അറബി പഠിച്ചു. അവരെന്ത് ചെയ്തു? ഖുർആനിൻ്റെ ആയത്തുകളെ ബാഹ്യമായിട്ടങ്ങ് വ്യാഖ്യാനിച്ചു. നോക്കുമ്പോൾ ഹദീസിനെതിരുണ്ട്, ഖുർആനിൽ വേറെ എങ്ങനെയുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇനി ഒരു കാര്യം കൂടെ, ഇദ്ദേഹം ഇതിങ്ങനെ ക്രോഡീകരിച്ചു ഇത്ര സൂക്ഷ്മതയോടെ. എത്രത്തോളം എന്നറിയോ? അദ്ദേഹം ഹദീസുകൾ നബുദ് ചെയ്യുമ്പോൾ അദ്ദേഹം സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഹദീസുകളെ സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മാനദണ്ഡം പ്രത്യേകം എഴുതി വെച്ചിട്ടൊന്നുമില്ല. ആ ഹദീസുകളുടെ പിൽക്കാലത്തുള്ള മുഹദ്ദിസുകൾ അത് ശറഹ് ചെയ്യുമ്പം അദ്ദേഹത്തിൻ്റെ ആ കണിശമായ സ്വഭാവം ഹദീസിൻ്റെ രചനയിലൂടെ മനസ്സിലാക്കി എഴുതി വെച്ചതാണ്. അത് ശക്തമായ ഒരു വാക്ക് അവർ പറഞ്ഞത്, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഒരാളിൽ നിന്ന് ഹദീസ് സ്വീകരിക്കണമെങ്കിൽ സനദിലുള്ള രണ്ടുപേർ, ഈ രണ്ടുപേർ ഒരേ കാലത്ത് ജീവിച്ചിരിക്കണം, പരസ്പരം കണ്ടുമുട്ടിയിരിക്കണം. ബാക്കി മുഹദ്ദിസുകൾക്കൊന്നും ഇല്ല, ഒരേ കാലത്ത് ജീവിച്ചാൽ മതി, അത് ഒരേ നാട്ടിൽ ജീവിച്ചെന്നറിഞ്ഞാൽ മതി. ഇമാം ബുഖാരിക്ക് അത് പോരാ, ഒരേ നാട്ടിൽ ജീവിച്ചാൽ മാത്രം പോരാ, അവർ പരസ്പരം കാണുകയും അയാൾ മറ്റേയാളിൽ നിന്ന് നേർക്ക് നേരെ അത് കേൾക്കുകയും ചെയ്തിരിക്കണമെന്ന വാശിയോടെയാണ് ഈ ഹദീസുകളെ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുള്ളത്. എന്നിട്ടോ ഈ ക്രോഡീകരണത്തിന് ശേഷം ഇത് അദ്ദേഹം ആദ്യം കൊണ്ട് ചെല്ലുന്നത് ഉസ്താദ്മാരെടുത്താണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അതേപോലെ തന്നെ യഹ്യ ബിൻ മുഈൻ, അതേപോലെ മുഹമ്മദ് ബിൻ അലി അൽ മുദ്നി, ഇവരുടെ കൈമല കൊണ്ടേ കൊടുക്കുന്നു പരിശോധിച്ച് നോക്കാൻ. അവരെല്ലാം പരിശോധിക്കുകയും വശഹിദു ബിസ്സിഹ, ഇത് സഹീഹാണെന്ന് അവർ സാക്ഷി പറയുകയും ചെയ്തു. 4 ഹദീസുകൾ ഒഴികെ. സഹോദരന്മാർ പറഞ്ഞു 4 ഹദീസ് നമുക്ക് ചെറിയ ചർച്ചയുണ്ട്. ഇമാം ബുഖാരി പറഞ്ഞു അല്ല, അത് സഹീഹാണ്. ഇമാം ബുഖാരിന്റെ നിലപാട്, അദ്ദേഹത്തിന്റെ കണിശത, അദ്ദേഹത്തിന്റെ മൻഹജ്, അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിൽ ആ 4 സഹീഹ് തന്നെയാണ് എന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ആ കിതാബിനെ പൊതുജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുപോയതും പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറക്കുമ്പോഴേക്കും അത് കേൾക്കാനായിട്ട് ആളുകൾ യാത്ര ചെയ്ത് വരാൻ തുടങ്ങി. അദ്ദേഹത്തിൽ ഏകദേശം ഈ ഹദീസ് സഹീഹുൽ ബുഖാരി കേട്ടെടുത്തിട്ടുണ്ട് 90,000 വരുന്ന ശിഷ്യന്മാർ. അവർക്കാർക്കും ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പം ചില എന്തായാലും പറയുക, നിങ്ങളെ ഭാഷയിൽ എന്താ പറയാമെന്നും അറിയില്ല, അവർക്ക് ഇമാം ബുഖാരിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ച് വന്നിരിക്കുന്നത്. ഇനി കൂടുതൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ച ആവശ്യമുണ്ടെങ്കിൽ അഹ്ലുൽ ഖുർആൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിമർശിക്കുന്ന, ഇപ്പം ഈ വാട്സപ്പിലൂടെയൊക്കെ ചില ഹദീസുകളൊക്കെ പറഞ്ഞുകൊണ്ട് എതിർക്കുന്നവർക്ക് ഒരു കാര്യം ചെയ്താൽ മതി. പണ്ഡിതന്മാർ പറഞ്ഞ പോലെ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാ, ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിക്ക് ആദ്യം ശറഹ് എഴുതിയ ആള് ഇബ്നു റജബാണ്. കിതാബുൽ ജനായിസ് എത്തിയപ്പോൾ അദ്ദേഹം വഫാത്തായി, പൂർത്തിയാക്കിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അത് തുടങ്ങി, അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അവരുടെ ശിഷ്യനാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാ. അദ്ദേഹമാണ് ഫതുഹുൽ ബാരി 3ാം ഘട്ടമായി പൂർത്തിയാക്കുന്നത്. ഇത്ര മനോഹരമായ ഒരു ശറഹ് സഹീഹുൽ ബുഖാരിക്ക് വേറെയില്ല. അതിൽ അദ്ദേഹം ഇമാം ദാറുഖുത്നി ഇമാം ബുഖാരിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ കൃത്യമായിട്ടുള്ള മറുപടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹദീസ് തിരിയുന്ന ഉലമാക്കളുടെ മുമ്പിൽ ചെന്നിരുന്ന് വായിച്ചാൽ സംശയങ്ങൾ ദൂരീകരിക്കാം. അത് ശീലിക്കണം.
ഇവരെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ ഹദീസ് നിഷേധിക്കുന്ന ഇമാം ബുഖാരി റഹ്മഹുല്ലക്ക് അഹ്ലുസുന്ന മുമ്പ് കൊടുത്തിട്ടുള്ള ആ മഖാമിൽ നിന്ന് താഴ്ത്തുന്നവർ സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രീതി എന്താ അറിയോ? ഹദീസ് അറിയാവുന്ന ആളുകളുടെ അടുക്കൽ ചെന്നിരുന്ന് കിതാബ് വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കണം, അവരുടെ അടുത്തൊന്ന് പഠിക്കണം. എന്നിട്ട് നമ്മളെ കൈമേലുള്ളത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം വിലയിരുത്തണം. മാറേണ്ടതാണെങ്കിൽ മാറണം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കട്ടെ. രണ്ടാമത്തെ ഇമാം മുസ്ലിം റഹ്മഹുല്ല, അദ്ദേഹം ഈ ബുഖാരിന്റെ ശിഷ്യനാണ്. ഇമാം ബുഖാരിന്റെ ശിഷ്യൻ ഇമാം മുസ്ലിം റഹ്മഹുല്ല. ഇമാം അന്നവവി റഹ്മഹുല്ലാഹു തആല ഇമാം മുസ്ലിമിന്റെ സഹീഹിന് എഴുതിയിരിക്കുന്ന ഷറഹ് എല്ലാവർക്കും അറിയാം, ഷറഹ് മുസ്ലിം. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില ഉദ്ധരണികളുണ്ട് ഇമാം മുസ്ലിമിനെ സംബന്ധിച്ച്. അഥവാ ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹു തആല ഇമാം ബുഖാരിയുടെ ശിഷ്യത്വം സ്വീകരിച്ച ആളാണ്, ഉസ്താദിൽ നിന്ന് കണിശത പഠിച്ച ആളാണ്. അതേ കണിശതയിൽ ക്രോഡീകരിക്കപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥമാണ് സഹീഹ് മുസ്ലിം. അതുകൊണ്ട് നമ്മളുടെ നിലപാട് ഈ പറയപ്പെട്ട ആളുകളോട് പ്രത്യേകിച്ച് നിലപാടൊന്നും പറയാനില്ല. അഹ്ലുസുന്നയുടെ അഥവാ നമ്മളുടെ സലഫുകളുടെ നിലപാട് അവരോട് എന്തായിരുന്നോ അത് തന്നെയാണ്. അവരാരും മഅസൂമുകളല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, അതിൽ പറയപ്പെട്ടിരിക്കുന്ന മുഴുവൻ ഹദീസുകളും സഹീഹാണ്. അതിന് സാക്ഷിയായിട്ടുള്ളത് കഴിഞ്ഞുപോയ മുഹദ്ദിസുകളാണ്, മഹാന്മാരായ പണ്ഡിതന്മാർ. ഇനി എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇമാം ബുഖാരിയുടെ സനദുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിവായത്തുകളിൽ വന്ന ലഫ്ദുകളുടെ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഇൻഷാ അള്ളാഹ് സമയമുള്ള സമയം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പം ഏതെങ്കിലും നല്ല ആലിമ്യങ്ങളെ ചെന്ന് കണ്ട് ആ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. കൂടുതൽ പഠിക്കാനും അറിയാനും അഹ്ലുസുന്നയുടെ കൂടെ ഉറച്ചു നിൽക്കാനും അള്ളാഹു തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി